സ്കൂളിൽ വെച്ച് നടന്ന ചില തർക്കങ്ങളുടെ ഫലമായിട്ട്, അതിൻ്റെ പ്രതിഫലനമായിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥി, 16 വയസ്സുകാരനായ ഒരു സ്കൂൾ വിദ്യാർത്ഥി സഹപാഠിയുടെ വീട്ടിൽ അർദ്ധരാത്രി കടന്നു വന്ന് വീടിൻ്റെ പോർച്ചിൽ കിടന്ന കാറിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതിനെല്ലാ പിന്തുണയും കൊടുത്തത് അവൻ്റെ അമ്മയാണ്. ആലോചിക്കുക, ഇത് കേരളത്തിലാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ വടക്കൻ സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും നടന്നുവെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ നടക്കും എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ വഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരുപക്ഷെ വളരെ പ്രബുദ്ധരാണ്, വളരെ കാര്യമായി ചിന്തിക്കാൻ പറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഉയർത്തിക്കൊണ്ടിരുന്ന വലിയൊരു സമൂഹമാണ്, നല്ല കാഴ്ചപ്പാടുള്ള സമൂഹമാണ് കേരളം എന്നൊക്കെ പറയുന്നു. നമ്പർ 1 കേരളം എന്നൊക്കെ പറയുമെങ്കിലും കുറേ കാലമായി കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളം വല്ലാതെ ഒരു അധോലോക കേന്ദ്രമായിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികൾ പോലും അത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താൻ ധൈര്യമായിട്ട് രംഗത്ത് വരുന്നതാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടി, അതാണ് 16 വയസ്സായ ഒരു പയ്യനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് കാര്യമെന്നറിയാമോ? അത് ഈ വീട്ടിലെ പോർച്ചിൽ കിടന്ന കാറ് കത്തിക്കാൻ കാരണം ഈ സഹപാഠി, സ്കൂളിലെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരനായ ഒരു പയ്യനാണ് ഇത് കത്തിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയോട് അവനൊരു പ്രേമം തോന്നി, അവനോട് ആ പെണ്ണിനോട് അടുക്കണമെന്ന് തോന്നി. അങ്ങനെ അവൻ പെൺകുട്ടിയോടൊരു അവൻ്റെ പ്രേമാഭ്യർത്ഥന നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി അതിനെ നിരസിച്ചു. 16 വയസ്സേ ഉള്ളേ, ആലോചിക്കണം, 10ാം ക്ലാസ്സിലെ മറ്റോ പഠിക്കുന്നതാണ്. അങ്ങനെ നിരസിച്ചപ്പോൾ അതിൽ വെറുപ്പ് തോന്നി. മനംനൊന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൽ ഒരുതരം വെറുപ്പ് തോന്നിയിട്ടാണ് എന്നാൽ പിന്നെ അവൾ വലിയ ഗമയിൽ 16 ലക്ഷത്തിൻ്റെ കാറിലാണ് അവൾ പിതാവിൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സ്കൂളിലൊക്കെ വന്നിറങ്ങുന്നത് കാറിൽ. ഇനി അവൾ ആ കാറിൽ എൻ്റെ ഓമോ വന്നിറങ്ങരുത്, അവൾ അതിൻ്റെ ഗമയാണ്, അതിൻ്റെ അഹങ്കാരമാണ് എന്ന് തോന്നിക്കൊണ്ട് പയ്യൻ വന്ന് അമ്മയോട് കാര്യം പറയുന്നു. അവളെക്കുറിച്ച് കുറേ കുറ്റം പറയുന്നു. അവൾ ഇങ്ങനെയാണമ്മ, അവൾ അങ്ങനെയാണമ്മ എന്ന് വന്ന് പറയുന്നു. ഞാൻ ഇങ്ങനെയാണ്, അവളെ കാർ കത്തിച്ചാൽ അവൾ കാറിൽ ഇരുന്നുകൊണ്ട് വലിയ ഗമയിൽ എന്നെ നോക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, 16 ലക്ഷത്തിൻ്റെ കാറാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും സഹിച്ചില്ല. അമ്മയും പറയുന്നു, ശരി എന്നാൽ നിനക്ക് എന്താണ് ചെയ്യാൻ, ഞാൻ ആ കാർ കത്തിക്കും. എന്നാൽ കാറ് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ മകന് പെട്രോൾ വാങ്ങിക്കാനൊക്കെ പൈസ കൊടുക്കുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. നോക്കൂ, നമ്മുടെ കേരളം എത്ര തകർന്നു പോകുന്നു, നമ്മുടെ സമൂഹം എത്ര നാശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഒരമ്മയാണ് ഈ ക്രിമിനൽ പ്രവർത്തനം, അതും പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകനെ ക്രിമിനൽ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി വിട്ടിരിക്കുന്നതാണ്. ഈ പയ്യൻ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങിക്കുന്ന CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കിട്ടിയിട്ടുണ്ട്. നഗരൂർ പോലീസാണ് കേസെടുത്തത്. നഗരൂർ പോലീസിന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അവസാനം ഇവൻ വീടിൻ്റെ മതിൽ ചാടി വന്ന് കാർ പോർച്ചിൽ കിടന്ന കാറ് കത്തിക്കുന്ന CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പയ്യനിലേക്ക് എത്തുന്നത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ കൃത്യമായ സത്യം പറഞ്ഞു. അവസാനം നിനക്ക് പെട്രോൾ വാങ്ങിക്കാൻ പൈസ എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്ന് വെച്ചാൽ അമ്മ തന്നു. അമ്മയ്ക്കറിയാമോ നീ ഇതിനു വേണ്ടിയാണ് പെട്രോൾ വാങ്ങിക്കാൻ പോയത്, കാർ കത്തിക്കാൻ? അമ്മയ്ക്കറിയാമായിരുന്നു, അമ്മയോട് ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ തന്നെയാണ് പൈസ തന്നത് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയും അത് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ പയ്യനെ കോടതിയിൽ ജൂനിയർ ജസ്റ്റിസ് കോടതിയിലാണ് കൊടുത്തത്. കാരണം 16 വയസ്സായിട്ടുള്ളൂ. ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മതസംഘടനകളും എല്ലാം വളരെയധികം ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്ന നാടായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. പഞ്ചാബ് ഇപ്പോൾ ആ സ്ഥാനം മാറിയിരിക്കുന്നു, കേരളത്തിലേക്ക് ആ സ്ഥാനം എത്തുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ 2ാം സ്ഥാനമാണ്, പക്ഷേ അത് വളരെ താമസിയാൽ 1ാം സ്ഥാനത്തേക്ക് എത്തും. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമായി മാറുമെന്നാണ് പറയുന്നത്. ഇവിടെ വലിയ വിപ്ലവകാരികളും വളരെ പുരോഗമന ചിന്താധികാരിയുമായ യുവജന സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്ന, അവകാശപ്പെടുന്ന നാടാണ്. മാത്രമല്ല എല്ലാ മതസംഘടനകളിലും മതവിജ്ഞാന സദസ്സുകൾ നടത്തുന്ന നാടാണ് നമ്മുടെ നാട്.
ഈ മതവിചാര സദസ്സുകളിൽ ഉത്ബോധനമാണ് നടത്തുന്നത്. സജ്ജീവിതം എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആശ്രമങ്ങൾ നടക്കുന്നു. ആശ്രമങ്ങളിലെല്ലാം ഈ സന്യാസിമാർ വന്ന് ഈ ആത്മബോധനം നടത്തുന്നത് എല്ലാം സജ്ജീവിതം എങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഏക്കാത്ത ഒരു സമൂഹമായി കേരളം മാറിയെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരു 16 വയസ്സായ കുട്ടിക്ക് ക്രിമിനൽ പ്രവർത്തനം നടത്താൻ എങ്ങനെ അവൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ആശയം വന്നു? ആ ആശയത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താനുള്ള അമ്മയ്ക്ക് എങ്ങനെയാണ് അതിനെ പ്രോത്സാഹനം കൊടുക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല.